അപ്പോൾ കിൻഫ്ര ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ വരുമ്പോൾ തന്നെ നാട് മുറിച്ചു, ഇപ്പോൾ നിലവിളക്ക് കൊടുത്തു, ഉദ്ഘാടനം ചെയ്ത കാര്യം ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് വളരെ അഭിമാനകരമായ ഒരു സംവിധാനമായി ഈ കൺവെൻഷൻ സെൻറ്റർ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംഘടനകളുടെ ചർച്ചയിൽ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ അവരാവശ്യപ്പെട്ടിരുന്നൊരു കാര്യം, നമുക്കിവിടെ ഒരു എക്സിബിഷണൽ സംവിധാനം കേരളത്തിലില്ല. നേരത്തേക്ക് പ്രഖ്യാപിച്ചെങ്കിലും അത് യാഥാർത്ഥ്യമായിട്ടില്ല. അതിന് പരിഹാരം വേണമെന്ന് സംഘടനകളുമായിട്ടുള്ള ആശയവിനിമയത്തിൽ അവർ അഭ്യർത്ഥിക്കുകയുണ്ടായി. അത് പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ നമുക്കപ്പോൾ ഈ ലാൻഡ് മാത്രമേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ സ്ഥലം അതിനുവേണ്ടി തീരുമാനിച്ചു. 2 വർഷം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. നേരത്തെ MD പറഞ്ഞ പോലെ മഴയും ആദ്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പരിമിതികളൊക്കെ വന്നതുകൊണ്ട് അത് 2.5 വർഷം എടുത്തെങ്കിലും വളരെ മനോഹരമായി പൂർത്തീകരിച്ചതിന് കിൻഫ്രയെ ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സാധാരണ കൺവെൻഷൻ സെൻറ്ററുകളിൽ പുതിയതൊക്കെ വരുമ്പോൾ ശബ്ദമായിരിക്കും ആദ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ശബ്ദം നല്ല ശബ്ദമാണല്ലേ, വേറെ എക്കൊന്നുമില്ല, മനോഹരമായ ശബ്ദമാണ്. വിന്യാസവും രൂപകൽപ്പനയെല്ലാം തന്നെ മനോഹരമായിട്ടുണ്ട്. നല്ല രീതിയിൽ ആ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച ഒരാളെങ്കിലും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 55,000 ചതുരശ്ര അടിയുടെ എക്സിബിഷൻ സെൻ്ററാണ് ആദ്യം ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോഴതിന് ശേഷമുള്ള അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയ ചിന്ത ഇത് പോരാതെ വന്നല്ലോ എന്നുള്ളതാണ്. 55,000 സ്ക്വയർ ഫീറ്റ് പോരാ എന്ന മട്ടിലേക്കാണ് ഓരോ എക്സിബിഷൻ വരുമ്പോഴും നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നം. ഇതും കുറച്ച് കഴിയുമ്പോൾ തോന്നുമോ 650 സീറ്റല്ലേ ഉള്ളൂ എന്ന് കുറച്ച് കഴിയുമ്പോൾ തോന്നാനിടയുണ്ട്. നമ്മളിപ്പോൾ പല സംവിധാനങ്ങളും വരുന്നു. ഇവിടെ എറണാകുളത്തും കേരളത്തിലും യഥാർത്ഥത്തിൽ വലിയ കോൺഫറൻസുകളും എക്സിബിഷനും നടത്താൻ ആവശ്യമായ സൗകര്യം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ മോശമായതുകൊണ്ടല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 നക്ഷത്ര ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളമാണ്. നമ്മൾ പക്ഷേ കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ 1.16% സ്ഥലത്താണ് ഇപ്പോൾ 51 5 നക്ഷത്ര ഹോട്ടൽ. 45,021 കണക്ക്, അതിനുശേഷം 6 കൂടി വന്നു 51. കഴിഞ്ഞ മാസം തന്നെ ബഹുമാനായ മുഖ്യമന്ത്രി താജിൻ്റെ 2 ഉദ്ഘാടനം ചെയ്തു. ഒന്ന് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തു, ഒന്ന് സിയാൽ താജ് ഉദ്ഘാടനം ചെയ്തു. ആലുവയിൽ തന്നെ താജിൻ്റെ വിവാൻ്റെ ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി ITCയുടെ 2 ഹോട്ടൽ ഇവിടെ വരികയാണ്. ഹിൽട്ടൺ 2 വരുന്നുണ്ട്. എന്നാൽ പോലും ക്രിസ്മസ് സമയത്ത് ഇപ്പോൾ ഞങ്ങളെ ഒരു ഇൻവെസ്റ്റർ കാണാൻ വന്നപ്പോൾ അത് ഗുജറാത്തിൽ ഒരു 3,200 കോടിയുടെ വലിയ പ്ലാന്റിൻ്റെ കല്ലിട്ടിട്ടാണ് വരുന്നത്. ഞങ്ങളൊരു ബന്ധമൊക്കെ വെച്ച് പരമാവധി ആളുകൾ കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഉദ്ദേശിച്ചതിനേക്കാളും അവിടുത്തെ പരിപാടി വൈകിയുണ്ട്. അത് ഒരു ദിവസം വൈകിയാണ്. ഇവിടെ വന്നപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തതിന് ശേഷം മാറ്റിയപ്പോൾ സ്ഥലമില്ലേ. അപ്പോൾ ആ സമയം അത്രയും തിരക്കുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർമാരുടെയൊക്കെ ചില സമ്മേളനം നടക്കുമ്പോൾ ഒട്ടും സ്ഥലമില്ലാത്ത ഒരു അനുഭവം വരുന്നുണ്ട്. ഗാർഡനറുടെ ലോകോത്തര കോൺഫറൻസ് ഈ വർഷം ഇവിടെ നടന്നത്. അടുത്ത 5 വർഷം അവർ കൊച്ചിയാണ് വെന്യൂവായി തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റും അവരുമായി ചേരുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്കേറെ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിപ്പോൾ നല്ല ലോകോത്തര നിലവാരത്തിൽ തന്നെയാണ് കിൻഫ്ര നിർമ്മിച്ചിട്ടുള്ളത്. ഈ 640 പേർക്ക് ഇരിക്കാവുന്ന ഹോളുകൾ കൂടാതെ താഴെ ഞങ്ങൾ കാണുകയുണ്ടായി 100 പേർക്ക് ഇരിക്കാവുന്ന, വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലിരിക്കുക, അത്ര സ്പേഷ്യസ് ആയിട്ടാണ് സീറ്റ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ഹോളുണ്ട്. 300-ലധികം പേർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാവുന്ന താഴെയുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ലോഞ്ച് മുറികളും നല്ല സൗകര്യമുണ്ട്. അവിടെ എക്സിബിഷൻ നടക്കുമ്പോൾ തന്നെ ഇവിടെയും രണ്ടും ഒന്നിച്ച് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. യഥാർത്ഥത്തിൽ ഫെബ്രുവരി ആദ്യം ഒരു വലിയ പരിപാടിയായിട്ട് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് കണക്കാക്കിയിരുന്നത്. മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു സൗകര്യം നോക്കിയിട്ട് അപ്പോഴേക്കും നോക്കുമ്പോൾ
ജെയിൻ യൂണിവേഴ്സിറ്റി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 25 ആകുമ്പോഴേക്കും ഇവിടെ മൊത്തം പരിപാടി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെ വന്ന് പരിപാടി നേരത്തെ ബുക്ക് ചെയ്ത് പോയി. ഇവിടെ ബഹുമാന്യായ വൈസ് ചാൻസലറുണ്ട്. അപ്പോൾ എല്ലാം വലിയ പരിപാടി കഴിഞ്ഞിട്ട് പിന്നൊരു ഉദ്ഘാടനം നടത്തുമ്പോൾ ഒരു ഓക്കേഡ്നെസ് വരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാം ആലോചിച്ചിട്ട് ക്രമീകരിച്ച് ഇപ്പോൾ തന്നെ ആകാം. കാരണം ഇവർ 24 മുതലോ മറ്റോ 25 മുതൽ ഡിസൈൻ വീട്ടിൽ തുടങ്ങും. കേന്ദ്രമന്ത്രിമാർ വരുന്നുണ്ട്, 26-ന് മുഖ്യമന്ത്രി വരുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഈ ഹോൾ ഉപയോഗിച്ചു കൊടുക്കും. തലേ ദിവസം ഇവിടെയാണ് പരിപാടി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ ഉദ്ഘാടനം നടത്തുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ എഴുതുന്നു, ഇവിടെയെല്ലാം നടന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇന്ന് തന്നെ നടത്താം എന്ന് കണ്ടത്. എന്തായാലും ഉദ്ഘാടനം എല്ലാം ഒരു പ്രതീകാത്മക പരിപാടികളാണല്ലോ. നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഒത്തിരിയേറെ കോൺഫറൻസുകളും മറ്റും ഇവിടെ ഞങ്ങൾ തന്നെ കൊച്ചിയിൽ നടത്തുന്ന പരിപാടികൾ ഇപ്പോൾ പലതും ഹോട്ടലുകളിലാണ് നടത്തേണ്ടി വരിക. ഇനി നമുക്ക് വെറുതെ ഇങ്ങോട്ട് മാറാൻ കഴിയും. ആകെ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് ആണ് കിൻഫ്ര എന്നുള്ളത് കൊണ്ട് മന്ത്രിയെ കണ്ടാൽ സൗജന്യം കിട്ടുമോ എന്നാരും ചിന്തിക്കാനേ പാടില്ല. അപ്പോൾ പിന്നെ ഇത് പല സ്ഥാപനങ്ങളും പോലെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വരും. അത് പ്രൊഫഷണലായിട്ട് ഇവിടെ പറഞ്ഞല്ലോ, പ്രൊഫഷണലാണ് ഞങ്ങളുടെ സമീപനം. നടത്തിപ്പോൾ പ്രൊഫഷണലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വണ്ടിയൊക്കെ പിടിച്ച് വന്ന് ആരും ഇപ്പോഴാലോചിച്ച് സമയം കളയേണ്ടതില്ല എന്നതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചത്. AMC ഉൾപ്പെടെയുള്ള നല്ല രീതിയിൽ അത്തരം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് മെയിൻ്റനൻസും നന്നായി കൊണ്ടുപോകണം. എല്ലാം തുടങ്ങാൻ എളുപ്പമാണ്, തുടർച്ചയാണ് ദുഷ്കരമായ ഒരു ദൗത്യം എന്നുള്ളത്. അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകും.